ഇന്നത്തെ നമ്മുടെ വീഡിയോ മുന്തിരി വെച്ചിട്ടുള്ള ഒരു പച്ചടിയുടെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് മുന്നേ നമ്മൾ മുന്തിരി വെച്ചിട്ട് തന്നെ ഒരു പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. രണ്ട് റെസിപ്പി നല്ല റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുന്തിരി പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കുരുമില്ലാത്ത മുന്തിരി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുണ്ട്, കുറച്ച് മധുരമുണ്ട് കേട്ടോ. അങ്ങനത്തെ മുന്തിരി നോക്കിയിട്ട് വേണം ഇതിനെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അരയാൻ പാകത്തിനുള്ള ഒരു 2 ടേബിൾ സ്പൂൺ തൈര് മതി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങയുടെ കൂട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരി ഉണ്ടല്ലോ അതെല്ലാം ഞാനൊന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ കുഞ്ഞിതൊന്നും കട്ട് ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ ഇട്ടാൽ മതി. നല്ല വലുത് നോക്കിയിട്ടൊക്കെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഗ്യാസ് വയ്ക്കാൻ. എന്നിട്ട് നമുക്ക് ഒരു കുഴിയുള്ള കയ്യിലൊന്നും എടുക്കണ്ട, ഇതേപോലെ ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചട്ടകം വെച്ചിട്ട് മുന്തിരിയുടെ മുകളിലൊന്നും കുത്തി അമർത്താതെ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. മുന്തിരിക്ക് നമുക്ക് വല്ലാണ്ട് കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ അരച്ച അരപ്പിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ പച്ചടിയുടെ കൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരുപാട് നേരം ഇട്ടിട്ട് അടിക്കരുത്, അപ്പോൾ വല്ലാതെ ലൂസായി പോവുള്ളൂ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നമ്മൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് പോകുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കൊളായി പോകും കേട്ടോ, പിരിഞ്ഞിട്ട്. അപ്പോൾ തിളയ്ക്കാൻ നിൽക്കരുത്, സിമ്മിലിട്ട് വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ വല്ലാണ്ട് പുളിയൊന്നുമില്ല, പിന്നെ മുന്തിരി നല്ല പുളിയുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കുക ചെയ്യരുത് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തിള വരുള്ളൂ. തിള വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് പിരിഞ്ഞിട്ട് ആകെ കൊളായി പോവും. അപ്പോൾ സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ലൂസ് ഇപ്പോൾ നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തണുത്തതിന് ശേഷം പാകത്തിന് ഇത് കട്ടിയായി കിട്ടിക്കോളൂ. ഞാനിനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2-3 ഉണക്കമുളക്, 2-3 തണ്ട് വേപ്പില, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. എനിക്കതിലെ പച്ചമുളക് ലാസ്റ്റ് ആ എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് മുരിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഉണക്കമുളക് ഇട്ട് കൊടുത്ത് പിന്നെ വേപ്പില, അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇളക്കണ്ട, അതങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി വെച്ചിട്ടുള്ള പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.